ഓ താഴത്തേക്ക് തന്നെ കൊക്കേട്ടാ ഘോരവനം. അപ്പൊ ഇതാണ് തമിഴ്നാടിന്റെ ആ ചെക്ക് പോസ്റ്റ്. ഇവിടെ വരുമ്പോ ആണ് എല്ലാവർക്കും പണി കിട്ടുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാനിങ്ങോ പരിപാടിയോ ഒന്നും ഇല്ലാതെ വേഗം ഇറങ്ങിയ ഒരു വൺ ഡേ ട്രിപ്പാണ്. അതെ, നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്ലാനിങ്ങും ചെയ്തിട്ടില്ല, ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ വാൽപ്പാറ ഫേമസ് ആയ ഒരു ബിരിയാണി ഉണ്ട്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം കേട്ടോ. നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ രാവിലെ വരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെന്ന് വണ്ടി നമ്പർ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ റൂട്ട് നമ്മൾ ചെന്ന് ചാടുന്നത് സിൽവർ സ്റ്റോമിന്റെ മുമ്പിലേക്കാണ്. അപ്പൊ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എണ്ണപ്പനകളുടെ ഒരു നാടാണ്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും ഇവിടെ ഇറങ്ങി എണ്ണപ്പനകളെ കുത്തി മറിച്ചിടുന്നതും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണാറുള്ളതാണ്. ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒരുപാട് എണ്ണപ്പനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏഴാറ്റുമുഖം കേട്ടോ. ഈ ഏഴാറ്റുമുഖത്ത് തന്നെ ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ നമ്മളിപ്പോ പോകുന്ന ഈ റോഡിനൊന്നും അങ്ങനെ വണ്ടി നിർത്തി പുറത്തിറങ്ങാനൊന്നും ആയിട്ട് അവര് സമ്മതിക്കൂല കേട്ടോ. എടുത്ത് വെച്ചതാ. ഇനി അത് പിന്നെ ഇവര് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചിട്ടത് ആളെ നമുക്ക് പറിച്ചതേ. മുള്ളമ്പന്തി വരണ്ട സാധനം കാണുമ്പോ അല്ലേ, ഫുള്ള് പാം ട്രീകളാണ്. അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് പോയി ആതിരപ്പള്ളിയും കഴിഞ്ഞ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന്റെ ഇവിടെ നിന്ന് പിന്നെ ഒരു 50-55 കിലോമീറ്ററോളം ഫോറസ്റ്റിന്റെ ഉള്ളിൽക്കൂടെയുള്ള ഒരു റൈഡ് ആയിരിക്കും കേട്ടോ. ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടി നമ്പറും ആൾക്കാരുടെ എണ്ണം ഒക്കെ കൊടുത്ത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ റൂട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കപ്പാറയിലേക്ക് പോയി ചാടുന്നത്. അതായത് മലക്കപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്, ബോർഡറാണ് വരുന്നത്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഈ ഒരു റൂട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ടല്ലോ, 55 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് നമ്മള് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്യണം കേട്ടോ. നമ്മൾ വണ്ടിക്ക് ഇവിടെ ഒതുക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുമാണ്. ഫുള്ള് കുരങ്ങന്മാരാട്ടോ. ഇതിന്റെ ഉള്ളിൽ കയറി ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നവര് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഫുള്ള് കയറ്റി വെച്ച് ലോക്കാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കേട്ടോ പോവുള്ളൂ. അതെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. വാഴച്ചാലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് 300 മീറ്റർ വന്നു കഴിയുമ്പോൾ കുറച്ച് ഹോട്ടലാണ്. അതിരപ്പള്ളിയിൽ നിന്നൊക്കെ എന്താ ഫുഡ് കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ 8-9 മണിക്ക് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരം അവിടെ ഹോട്ടലൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചത്. ഇവിടെ നമ്മളിന് ഫുഡ് കിട്ടിയില്ലേ പിന്നെ നമുക്ക് ഇനി മലക്കപ്പാറ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളത് എന്താണോ അതെന്തായാലും നമുക്ക് കഴിക്കണം കേട്ടോ. ഞങ്ങൾ അപ്പം മുട്ടക്കറിയാണ് പറഞ്ഞത്. പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അപ്പം മുട്ടക്കറിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി കാണാം. വലിയ കുഴപ്പമില്ലാത്ത അപ്പം മുട്ടക്കറിയായിരുന്നു കേട്ടോ ഇവിടുന്ന് കിട്ടിയത്. ഒരു 3 ഹോട്ടലുകൾ അടുപ്പിച്ചുണ്ട്. അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകാനായിട്ട് പോവാണ്. അവിടുന്ന് നമ്മൾ കുറച്ച് മലക്കപ്പാറ റൂട്ടിങ് വന്നപ്പോൾ കണ്ടത് കുറച്ച് മയിലുകളാണ് കേട്ടോ. റൂട്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണമാണ് ഇത്. ഇതിന്റെ അപ്പുറത്ത് 2 മൈൽ വേറെ നിൽക്കുന്നുണ്ട്. എന്നെ കളറല്ല എന്റെ ബ്ലൂ. അവിടെ നിൽക്കുന്നവൻ നോക്കി അങ്ങോട്ട് നോക്കി. അപ്പൊ ഞങ്ങൾ മയിലിനെ കണ്ട് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോ അവിടെ ചെറിയൊരു ബ്ലോക്ക്. ഇതേപോലത്തെ വലിയ വണ്ടികളൊക്കെ ഈ റോഡ് വരും കേട്ടോ. അതായത് തടികളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ലോറികളാണിത്. ഈ റോഡിന് ഒന്നാമത് വലിയ വീതിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചും ഒക്കെ വേണം പോകാനായിട്ട് കേട്ടോ. ഒരുപാട് സ്പീഡൊന്നും എടുക്കാതെ ലിമിറ്റഡ് സ്പീഡായിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മലക്കപ്പാറയ്ക്ക് ചെല്ലാനായിട്ട് കേട്ടോ. കുരങ്ങ് മറ്റേ സിംഹമല്ലല്ലോ. നമുക്ക് ചെറിയ സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലേ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. കരിങ്കുരങ്ങ് നമ്മള് അതിന്റെ വാല് നീട്ടം നോക്കിയേ. ഇത് തട്ടിന് ഇങ്ങനെ കിടക്കുന്ന പാമ്പ് കിടക്കുന്ന പോലെ അല്ലേ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആനനെ സ്പോട്ട് ചെയ്താല് അവിടുന്ന് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോ വേറൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടോ. അതായത് താഴത്തേക്ക് വലിയ പൊക്കയാണ്. ഇവിടെ നമ്മൾ ആനിമലിനെ ഒന്നും കണ്ടിട്ട് നിർത്തിയല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ. എന്നെ കാണാല്ലേ. ഒരുപാട് ടൈമൊന്നും നമ്മൾ ഈ റൂട്ടിന്റെ ഉള്ളിൽ കളയരുത്. നമ്മൾ പറഞ്ഞേക്കുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി ജസ്റ്റ് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി നേരെ പോവാണ്. നേരെ മലക്കപ്പാറ 28 കിലോമീറ്റർ.
എന്ത് സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് റൂട്ട് അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഏകദേശം മലക്കപ്പാറ എത്താറായിട്ടുണ്ട്. നമ്മളൊരു 10-45 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. ഇപ്പം നോക്കി പ്രകൃതിയുടെ ലുക്കും ഫീലും എല്ലാം മാറി തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴത്തേനും മലക്കപ്പാറ വരും കേട്ടോ. നമ്മുടെ വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ വാൽപ്പാറ ആ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണോ. അപ്പോൾ നമ്മൾ മലക്കപ്പാറ എത്തി. അപ്പോൾ നമ്മുടെ മുന്നിക്കോട്ട് 2-3 ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ട്. അവരൊക്കെ ബബിളൊക്കെ ഇങ്ങനെ പറപ്പിച്ച് വിട്ടിട്ടാണ് പോകുന്നത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തമിഴ്നാടിന്റെ വേറൊരു ചെക്ക് പോസ്റ്റ് 1 കിലോമീറ്ററിനുള്ളിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് തമിഴ്നാടിന്റെ ആ ചെക്ക് പോസ്റ്റ്. ഇവിടെ വരുമ്പോൾ ആണ് എല്ലാവർക്കും പണി കിട്ടുന്നത്. ഓൺലൈനിലെ ഈ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് എൻട്രൻസ് തരത്തിലാട്ടോ. തിരക്കൊക്കെ കാരണം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ആണ്. അപ്പൊ തമിഴ്നാടിന്റെ റൂളാണ് അവരവിടെ പാലിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം ഇവിടെ വന്നില്ല. വേഗം തന്നെ പാസ് ചെയ്ത് വിട്ടോ. അപ്പൊ നമ്മുടെ മുന്നിൽ പോയ ബൈക്കുകാരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തിട്ടോ. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു അത്. അപ്പൊ അവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തി കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ള റോഡുകളാണ്. പിന്നെ റോഡുകൾ കുറച്ചിടയ്ക്കാണ് നല്ലപോലെ ഉള്ളു. പിന്നെ കട്ടറുള്ള റോഡുകളും ഉണ്ട് കേട്ടോ. പിന്നെ ആ റൂട്ട് കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ടേണിംഗ് ഉണ്ട്. അത് മിസ് ചെയ്ത് പോകില്ല. ഈ ഒരു പാലവും ഈ ഒരു ലെഫ്റ്റ് ടേണിംഗ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് ആണ് നമുക്ക് വാൽപ്പാറയ്ക്ക് പോകേണ്ടത് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ലെഫ്റ്റും ഈ ഒരു പാലവും ഓർത്ത് വെക്കണം. ആ റൂട്ടിൽ കൂടെ ടേൺ ചെയ്ത് വേണം നമുക്ക് പോകാനായിട്ട്. അതിൽ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറ ടൗണിലേക്ക് ചെന്ന് ചാടാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂട്ട് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കി. നമ്മളിങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളും ഫോട്ടോ സ്പോട്ടും ഒക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ടൊരു ആമ്പൽക്കുളം ഒക്കെ ഉണ്ട്. നല്ല സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടോ. ഒരുപാട് ബഹളങ്ങളോ വണ്ടിയുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നേച്ചർ സൗണ്ടും ഒക്കെ ആസ്വദിച്ച് കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാട്ടോ ഇത്. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു കുളം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും എടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ പോവാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നല്ലൊരു സ്പോട്ടിൽ കയറുക എന്നുള്ളതാണ്. വാൽപ്പാർക്ക് നേരത്തെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അന്നേരം നമ്മൾ കാണാത്ത ഒരു സ്പോട്ടാണ് നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇന്ന് നല്ലമുടി വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ എന്താ സംഭവം എന്നുള്ളതൊന്നും അവിടെ എന്താ കാണാനുള്ളതെന്നും ഒക്കെ നമുക്ക് ഇന്നൊന്ന് പോയി നോക്കാട്ടോ. പോകാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അവിടെ എന്താ സംഭവം എന്നുള്ളതും നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരെ നല്ലമുടി വ്യൂ പോയിന്റ് ലക്ഷ്യം വിട്ടിട്ട് പോവുകയാണ്. അപ്പൊ നല്ലമുടി വ്യൂ പോയിന്റ് പോകണമെങ്കിൽ നമുക്ക് ഈ റൂട്ട് പോകുമ്പോൾ വാൽപ്പാറ ടൗൺ എത്തണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ ടേൺ ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് പോകുന്നത്. അതും ഫുള്ള് ഈ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിക്കോടെയുള്ള ഇതുപോലത്തെ ഗ്യാപ്പ് റോഡുകളാണ് കേട്ടോ. അപ്പൊ ഇതാണ് നല്ലമുടി വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ബസ്സുകളും കുറെ കാറുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നട്ട് ഉച്ചയാട്ടോ. ഒരു 12 മണി 12:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് പോയി നോക്കാം. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നിട്ട് പറയാം കേട്ടോ. ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നല്ലോ. അപ്പൊ 3 പേർക്കും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നല്ലമുടി വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നമുക്ക് ട്രെക്ക് ചെയ്ത് പോകണം കേട്ടോ. എന്നാലാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ എത്തുള്ളൂ കേട്ടോ. ഇതിലേക്ക് നടന്നു പോകുമ്പോ അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ആരും പറയൂല. നമ്മൾ ജസ്റ്റ് ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ഏകദേശം നമ്മളിപ്പോ നടന്ന് ആ ഒരു പോയിന്റിന്റെ അവിടെ എത്താറായിട്ടുണ്ട്. യെസ്, ഇത് കണ്ടോ. നമ്മൾ നടന്ന മലയുടെ മേളിൽ കയറിയ മലയുടെ മേളിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് നല്ല കൊക്കയൊന്നും തോന്നുന്നു. ഇത് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വാച്ച് ടവർ പോലത്തെയാണ്. അതിന്റെ ഉള്ളിൽ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ മേളിൽ കയറി നിൽക്കുവാണെങ്കിൽ മഴയൊക്കെ കൊള്ളാതിരിക്കാം. മഴ പെയ്യുന്ന സമയമാണെങ്കിലും അതേപോലെ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ വേണം നമുക്ക് ഇതിന്റെ താഴത്തേക്കും ഇറങ്ങി പോവാട്ടോ. ഉച്ചയാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ട്. ചെറിയൊരു കാറ്റും ഒക്കെ വീശുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു മൺസൂൺ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ ഫോഗും തണുപ്പും ഒക്കെ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ. ഇത് അത്യാവശ്യം സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഹൈറ്റ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി നമുക്ക് താഴത്തേക്കും നമുക്ക് ആ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്.
ഇതിലേക്ക് പോകുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ജസ്റ്റ് പാറയുടെ മുകളിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയൊരു കമ്പി കൊണ്ട് ഇങ്ങനെ മതിലൊക്കെ പോലെ കെട്ടി വെച്ചിട്ടുമുണ്ട്. ഓ താഴത്തേക്ക് കഞ്ഞി കൊക്കേട്ടോ, താഴത്തേക്ക് നോക്കിയ ഘോരവനം. ഇങ്ങോട്ടേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ആ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു മതില് മാത്രമേ ഉള്ളൂ. നമ്മൾ മേളിൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാലും ഇവിടെ തട്ടി നിന്നോളൂ കേട്ടോ. പാറയൊക്കെ ഒത്തിരി മഴയൊക്കെ പെയ്ത് ഭയങ്കര പായലൊക്കെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ മാത്രം ഇതിൽ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കല്ലോ കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് അതിന്റെ മേളിലേക്ക് ഒന്ന് കയറാം. മേളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഓം ആദി മുരുക ഹോളി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ മുരുകന്റെ എന്ത് സംബന്ധമായിട്ടുള്ള കുറച്ച് ഹോളി പരിപാടിയൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു ഏരിയ കേട്ടോ. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് ആ ഒരു മൗണ്ടൻ വ്യൂവും ആ ഒരു താഴ്വാരവും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ കേട്ടോ. ഫുള്ള് മലയും ഒക്കെ ആയിട്ട് നമ്മള് കറക്റ്റ് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കാ വന്നേ. 12:45. നല്ല വെയിലും ഉണ്ട്, കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പാട്ടോ. പോക കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ. ഇന്ത്യയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 500 മീറ്റർ നടന്നു വരാം. അപ്പോൾ നടന്നു വരുന്നിടത്തൊക്കെ അത്യാവശ്യം വെയിലാണ്. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് തന്നെ തന്നെയാണ്, അല്ലെങ്കിൽ മോർണിംഗ് തന്നെ. അവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ അവിടുത്തെ നല്ലമണി വ്യൂ പോയിന്റും ആ ഒരു വ്യൂ പോയിന്റ് ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു വാച്ച് ടവറിന്റെ മേളിലേക്ക് കയറി നമുക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് എന്തെങ്കിലും കുടിക്കട്ടെ. നമ്മൾ ഇത്ര നടന്നുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം മടുത്തോട്ടോ. ഇവിടെ തണുപ്പുണ്ട്. ഉപ്പ് സോഡ എനിക്ക് നാരങ്ങളും ഉണ്ടോ? ഉപ്പ് സോഡ ഇല്ലേ? ഒരു മധുരം ഒരു ഉപ്പ് സോഡ. ഇത് മധുരം ഉപ്പല്ല. മഞ്ഞുണ്ടോ? മഞ്ഞോ? എവിടെ വീട്? എത്ര? 50? എത്ര? 80? 40 റുപ്പീസാ? റേറ്റ് കൂടാനാണല്ലോ. നമ്മൾ അവിടെ നിന്ന് നാരങ്ങവെള്ളം കുടിച്ച് നമ്മളെ നല്ലമുടി വ്യൂ പോയിന്റും ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. വലിയ കുഴപ്പമില്ല. ടൗണിൽ നിന്നും ബഹളത്തിൽ നിന്നും ഒക്കെ മാറി ഒന്ന് വന്നിട്ടില്ലാത്തവർക്കൊക്കെ ജസ്റ്റ് വന്നൊന്ന് കണ്ട് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് നല്ലമുടി വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ കണ്ട അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അവിടെ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മലയുടെ മേളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ക്ലൈമറ്റും കൂടെ വന്നു കഴിയുമ്പോൾ ക്ലൈമറ്റും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യൂ ആണ് നല്ലമുടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓയ്യ വെയിൽ കാരണം കണ്ണു തുറക്കത്തില്ല. വണ്ടിയിൽ ഒത്തിരി ചൂടില്ലല്ലോ വണ്ടിക്കകത്ത്. ചെറിയ പുറത്ത് ചെറിയ തണുപ്പുള്ളൂ. നമുക്ക് ആ വെയിലിന്റെ ചൂടങ്ങ് ഫീൽ ചെയ്യാത്ത. അയ്യോ സമയത്താ വന്നത് നട്ടു ഉച്ചക്ക്. അങ്ങോടും ഇങ്ങോടും ഇല്ല. 40 രൂപയുടെ ഉപ്പ് സോഡ കുടിച്ചോണ്ട് വലുതാവൂല. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് എവിടെയാ? വാൽപ്പാറ സിറ്റി. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ വാൽപ്പാറ ടൗണിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കണം. ടൈം ആയിട്ടിട്ട് ഫുഡ് കഴിക്കാനുള്ള കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വാൽപ്പാറ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ട്, അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് നമ്മൾ കുറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഹോട്ടലിൽ ലക്ഷ്യമിട്ട് നമുക്ക് നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോകണം. അപ്പോൾ ദേ നമ്മൾ ആ റൂട്ട് കട്ട് ചെയ്ത് നേരെ വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടോ. ഇവിടുന്ന് ഇതുണ്ടോ, ഇവിടുന്ന് നേരെ ജസ്റ്റ് ഒരു 100 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ആ വാൽപ്പാറ സിറ്റി തന്നെ. അവിടെ ഫുള്ള് തിരക്കായിരിക്കും, ഇഷ്ടംപോലെ കടകളും റോഡ് സൈഡിൽ കൂടെ വണ്ടികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഹോട്ടൽ ഇതാട്ടോ, ഹോട്ടൽ ആരാധ്യ. ഇവിടുത്തെ ബിരിയാണി ഫേമസ് ആണെന്ന് കുറച്ച് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അതിൻ്റെ സൈഡിൽ ഒന്നും അങ്ങനെ സ്ഥലമില്ല കേട്ടോ, ഫുള്ള് റോഡല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 100 മീറ്റർ മാറി ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ഹോട്ടലിലേക്ക് നടന്ന് പോകാനുണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിലേ നമ്മൾ പോയില്ലായിരുന്നോ? ഒന്ന് നൈറ്റ് വന്നിട്ട് പോയേ, അത് കറങ്ങി അങ്ങനെ റൊട്ടിക്കടയിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ഹോട്ടലിൽ കയറി നമുക്കൊന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3 പേർക്കുള്ള ബിരിയാണി ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ദേ ബിരിയാണി ഞാൻ കമത്തിയപ്പോൾ അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ ബിരിയാണിക്കകത്ത് ചിക്കൻ 65 ഒക്കെ ഇട്ടിട്ടാണ് തന്നിരുന്നത്. എന്താ ഇങ്ങനെ 65 ഇട്ട് തന്നതെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ ബിരിയാണി റൈസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഒരു കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഫുള്ള് 65-ന്റെ പീസുകളായിരുന്നു, ചെറിയ ചെറിയ പീസുകൾ. ഞങ്ങൾ കഴിച്ചു, വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബിരിയാണിക്ക് ഒട്ടുക്കത്തെ എരിവായിരുന്നു കേട്ടോ. ചിക്കനും ഭയങ്കര എരിവ്, മസാലയുടെ എരിവ് ഒക്കെ ആയിട്ട് ഭയങ്കര എരിവ്. പിന്നെ ഒരു ആവറേജ് ബിരിയാണി എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ. 40 രൂപ. അതിന്റെ എരിവൊന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നു കേട്ടോ. അപ്പൊ അടുത്തുള്ള ഒരു കടയിൽ കയറി നമ്മൾ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇനി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി നേരെ പോവാണ്. സമയം കഴിഞ്ഞ ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. പോവാണ്. ഇതാണ് വാൽപ്പാറ ടൗൺ കേട്ടോ. ഇതുകൊണ്ടോ ഫുള്ള് ലെഫ്റ്റും റൈറ്റും ഒക്കെ കടകളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയാണ് ഈ വാൽപ്പാറ സിറ്റി കേട്ടോ. റോഡ് സൈഡിൽ കൂടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഫുള്ള്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പോകണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് വാൽപ്പാറ ടൗണിൽ നിന്ന് ഈ സിഗ്നൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റ് കയറി ഷോളയാർ ഡാമില്ല ആ റൂട്ട് പോവാണെങ്കിൽ നമുക്ക് വേഗം നമുക്ക് മലക്കപ്പാറയിലേക്ക് കട്ട് ചെയ്ത് കയറാം. അപ്പോൾ ഇത് നമ്മൾ ആ റൂട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന റൂട്ടല്ല, പറയുന്ന നമ്മൾ വാൽപ്പാറയ്ക്ക് വന്ന റൂട്ടല്ല, നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അത് വേറെ റൂട്ടാണ്. അപ്പോൾ 2 റൂട്ട് എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അതേ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോഴും അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് തരും. ഇത് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തണം കേട്ടോ. അതുപോലെ തന്നെ രാത്രി ഉള്ള ഡ്രൈവിംഗ് ഒന്നും നമ്മൾ ഈ പോകുന്ന ഫോറസ്റ്റ് റൂട്ടിൽ അനുവദിക്കുന്നതല്ല. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഒരു ടൈമിനുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്യണം കേട്ടോ. 5 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ കൂടെയുള്ള യാത്രയൊക്കെ അവർ നിരോധിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഈ റൂട്ട് പോകണമെങ്കിൽ നമ്മൾ പാസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പാണ്. 1 ഡേ ട്രിപ്പിൽ നമ്മൾ ഇത്ര സ്ഥലങ്ങൾ കണ്ടു, ബിരിയാണി ടേസ്റ്റ് ചെയ്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ 1 ഡേ ട്രിപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.